എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് നാളെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എന്താണെന്നും ടെമ്പററി അഡ്മിഷൻ എന്താണെന്നും ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ പറയാൻ പോകുന്നത്. അഡ്മിഷൻ ജൂൺ 3 മുതൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സ്കൂളുകളിൽ പ്രവേശനത്തിനായി ഹാജരാകാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇതുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ് +1ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ മുതൽ എന്ത് ചെയ്യും? ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ കുറേ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? പ്രവേശനം ലഭിക്കും. കുറേയൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? പ്രവേശനം ലഭിക്കും. കുറേ പേർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ പോകും, സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ പോകും. നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നമുക്ക് അതർ ടൈമുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റ് നാളെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നാളെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റ് നാളെ വരുമ്പോൾ കുറേ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ അഡ്മിഷൻ ലഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ 2 ഓപ്ഷനുണ്ട്. പെർമനൻ്റ് അഡ്മിഷനും എടുക്കാം, ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ആർക്കൊക്കെയാണ് ഈ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക? ആർക്കൊക്കെയാണ് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുക? ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും പെർമനൻ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് എന്തില്ല? ടെമ്പററി അഡ്മിഷൻ അവർക്കില്ല. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷനാണ്, ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ഏതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർമനൻ്റ് അഡ്മിഷനും എടുക്കാം, ടെമ്പററി അഡ്മിഷനും എടുക്കാം. നിങ്ങൾക്ക് രണ്ടും എടുക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇക്കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അഡ്മിഷൻ ജൂൺ 3 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായി അതാത് സ്കൂളുകളിൽ ഹാജരാകാം. തീർച്ചയായും പ്രവേശനം ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായി ഹാജരാകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ഗൈഡ്. ഫോർ വാച്ചിങ്. ബൈ.